ഞാൻ സുധ അശോകൻ. എൻ്റെ വീട് ആനിക്കാട്. തലവേദനയും എൻ്റെ ഈ വലതുഭാഗത്തെ കണ്ണിങ്ങനെ അടഞ്ഞു വരുമായിരുന്നു. അത് തുറക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കൈവിരലും കൊണ്ടായിരുന്നു ഞാൻ തുറന്നുകൊണ്ടിരുന്നത്. കണ്ണ് തുറക്കാൻ പറ്റാത്ത ഒരു നമ്മൾ സ്കാൻ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് സൈനസിന് ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ESI പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നാണ് ഡയറക്റ്റ്ലി അമ്മേനെ ലൂർദിലേക്ക് റെഫർ ചെയ്തത്. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഡോക്ടർ ജോർജ് സാറാണ് ഫസ്റ്റ് ENT എന്നുള്ള കാര്യം അറിഞ്ഞ്. അപ്പോൾ സാറിനെ ഞങ്ങൾ കൺസൾട്ട് ചെയ്തു. സാറ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ MRI ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഫ്രണ്ട് സൈനസൈറ്റിസിൽ പൂപ്പൽ ഫംഗസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് സർജറി ചെയ്താൽ മാത്രമാണ് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ദിവസം അപ്പോയിൻമെൻ്റ് എടുത്ത് ഡീറ്റെയിൽസ് എല്ലാം നോക്കി സർജറി പ്രിഫർ ചെയ്തത് സർജറി ചെയ്തു. സർജറി ചെയ്ത് കഴിഞ്ഞപ്പം കണ്ണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞത് അമ്മയുടെ കണ്ണ് ഉള്ളിലേക്ക് പോയതായിരുന്നു. അത് നോർമലായി. ഇപ്പം നോർമൽ രീതിയിൽ തന്നെ കണ്ണ് അടയ്ക്കുന്നതിനും സർജറി കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണ് ഓക്കെയായി. അടയ്ക്കുന്നതിനും തുറക്കുന്നതിനും വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കണ്ടിന്യൂസ്ലി ഒരു 2-3 മന്ത്സിന് ചെക്കപ്പ് റെഗുലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേസൽ എൻഡോസ്കോപ്പിയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം 2 വർഷമായി. 2 വർഷമായിട്ട് പിന്നെ അമ്മയ്ക്ക് ആ സൈനസൈറ്റിസിൻ്റെ ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. അന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സൈനസൈറ്റിസ് ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നത് ആക്ച്വലി ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അങ്ങനെ ആർക്കും ചെയ്യാറില്ല എന്നുള്ളത്. പക്ഷെ എന്താണെങ്കിലും ആ ഒരു സാറിൻ്റെ ആ ഒരു സപ്പോർട്ടും പിന്നെ എന്താ പറയുക ഇവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും അത്യാവശ്യം നമ്മുടെ ആ കോവിഡിൻ്റെ ടൈമിലായിരുന്നു ഈ സർജറി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ അമ്മ ഓക്കെയാണ്. സാറിപ്പോൾ ആണെങ്കിലും വന്നു കഴിയുമ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട്സും നമ്മുടെ മെഡിക്കലിൻ്റെ എന്തെങ്കിലും പ്രിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സാറ് തരാറുണ്ട്. സാറിനും ലൂർദ് ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റ് എൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും നന്ദി രേഖപ്പെടുത്തുന്നു.